മാന്ത്രിക മേക്കപ്പ്. ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ കുടുംബം താമസിച്ചിരുന്നു. ഒരു വയസ്സായ അമ്മയും അവരുടെ മകളും. അവളുടെ പേര് നീതു എന്നായിരുന്നു. നീതു വളരെ സുന്ദരിയും സൽസ്വഭാവിയുമായിരുന്നു. നീതുവിന്റെ അമ്മയ്ക്ക് കലശലായ അസുഖം പിടിപെട്ടു. ഒരു ദിവസം പെട്ടെന്ന് അവൾ മരിച്ചുപോയി. അവൾ ഒരുപാട് കരഞ്ഞു. അവളിപ്പോ തനിച്ചായി. നീതുവിന്റെ അമ്മാവനും അമ്മായിയും നീതുവിന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, മോളെ, നീ വിഷമിക്കണ്ട. ഇന്നു മുതൽ ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെയുണ്ട്. നീതുവിന്റെ അമ്മാവനും അമ്മായിയും വളരെ അത്യാഗ്രഹികളായിരുന്നു. അവരുടെ ലക്ഷ്യം അവളുടെ സ്വത്തായിരുന്നു. നീതുവിന്റെ കുട്ടിക്കാലത്ത് തന്നെ നീതുവിന്റെ അമ്മാവനും അമ്മായിയും അവളുടെ പേരിലുള്ള സ്വത്തെല്ലാം അവരുടെ പേരിലേക്ക് അവർ മാറ്റി. നീതുവിനെ ഒരു വേലക്കാരിയായാണ് അവിടെ നിർത്തിയിരുന്നത്. വീട്ടിലെ എല്ലാ ജോലികളും നീതുവിനെ കൊണ്ടാണ് അവർ ചെയ്യിച്ചിരുന്നത്. നീതുവിന്റെ അമ്മാവന് ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് മധു എന്നായിരുന്നു. അവൾ വളരെ വ്യാമോഹിയായിരുന്നു. അവൾക്ക് മേക്കപ്പ് ഒക്കെ ഇടാൻ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിൽ ബ്യൂട്ടി കോമ്പറ്റീഷൻ വന്നു. മധു ഒരുപാട് സന്തോഷിച്ചു. അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് ഈ ബ്യൂട്ടി കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം. അതിൽ പങ്കെടുക്കാൻ വേണ്ടി എനിക്ക് അമ്മ നല്ലൊരു മേക്കപ്പ് കിറ്റ് വാങ്ങിത്തരൂ. മധുവിന്റെ അമ്മ മധുവിനോട് പറഞ്ഞു, ശരി മോളെ, ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോകുന്നുണ്ട്. നല്ല മേക്കപ്പ് കിറ്റ് വാങ്ങിയിട്ട് വരാം. ഇത് കേട്ടപ്പോൾ മധുവിന് വളരെ സന്തോഷമായി. ഇതെല്ലാം നീതു കേൾക്കുന്നുണ്ടായിരുന്നു. നീതുവിന്റെ മനസ്സിലും ആഗ്രഹം വന്നു. എന്തുകൊണ്ട് എനിക്കും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തൂടാ? നീതു അവളുടെ അമ്മായിയോട് പോയി പറഞ്ഞു, അമ്മായി, എനിക്കും ഇതിൽ പങ്കെടുക്കണമെന്നുണ്ട്. എനിക്കും ഒരു നല്ല മേക്കപ്പ് കിറ്റ് വാങ്ങിത്തരുമോ? നീതുവിന്റെ അമ്മായി ആകട്ടെ നീതുവിന് നല്ലൊരടി വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് എങ്ങനെ തോന്നി എന്നോട് ഇങ്ങനെ പറയാൻ? ഇതിൽ എന്റെ മകൾ പങ്കെടുക്കുകയും ചെയ്യും, അവൾ 1ാം സമ്മാനം വാങ്ങിക്കുകയും ചെയ്യും. നീ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം. നീതു കരയാൻ തുടങ്ങി. അവൾ അവളുടെ മുറിയിലേക്ക് തിരിച്ചുപോയി. അവൾ അവളുടെ അമ്മയുടെ ഫോട്ടോ നോക്കി ഒരുപാട് കരഞ്ഞു. നീതു അമ്മയോട് പറഞ്ഞു, അമ്മ എന്തിനാണ് എന്നെ തനിച്ചാക്കി പോയത്? ഞാനിവിടെ വല്ലാത്ത വിഷമത്തിലാണ് അമ്മേ. അമ്മയ്ക്ക് എന്നെ കൂടെ കൊണ്ടുപോയിരുന്നില്ലേ ഒപ്പം? അപ്പോഴേക്കും ഫോട്ടോയിൽ നിന്ന് അമ്മയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. മോളെ, നീ കരയരുത്. നീ ഒട്ടും വിഷമിക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നീതു പറഞ്ഞു, അമ്മയ്ക്ക് സംസാരിക്കാനാകുമോ? നീതുവിന്റെ അമ്മ പറഞ്ഞു, അതെ മോളെ, എനിക്ക് സംസാരിക്കാൻ കഴിയും. നീതുവിന് ഒരുപാട് സന്തോഷമായി. അവൾ അമ്മയോട് പറഞ്ഞു, ഇന്ന് ഗ്രാമത്തിൽ ബ്യൂട്ടി കോമ്പറ്റീഷൻ ഉണ്ട്. എനിക്കും പങ്കെടുക്കണമായിരുന്നു അമ്മേ. പക്ഷേ എൻ്റെ കയ്യിൽ ഇടാൻ നല്ലൊരു ഉടുപ്പുമില്ല, ഒരുങ്ങാൻ നല്ലൊരു മേക്കപ്പ് കിറ്റുമില്ല. അമ്മ പറഞ്ഞു, മോളെ, നീ വിഷമിക്കണ്ട. നീ പോയി എൻ്റെ അലമാരി ഒന്ന് തുറന്നു നോക്ക്. അവിടെ നല്ലൊരു ലഹങ്കയും മാന്ത്രിക ശക്തിയുള്ള മേക്കപ്പ് കിറ്റും ഉണ്ട്. നീതു കണ്ണു തുടച്ചതിനു ശേഷം അമ്മയുടെ അലമാര തുറന്നു നോക്കി. അതിനുള്ളിൽ അവൾ നല്ല ഭംഗിയുള്ള ഒരു ലഹങ്കയും അതുപോലെ ഒരു മേക്കപ്പ് കിറ്റും കണ്ടു. നീതുവിന് ഒരുപാട് സന്തോഷമായി. നീതുവിൻ്റെ അമ്മാവൻ്റെ മകൾ മധു തയ്യാറായി കോമ്പറ്റീഷന് വേണ്ടി പുറപ്പെട്ടു. വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി നീതു ആരോടും പറയാതെ കോമ്പറ്റീഷന് വേണ്ടി പോയി. ആ മേക്കപ്പ് ഇട്ടതോടുകൂടി അവളുടെ മുഖം ഒരുപാട് ഭംഗിയുള്ളതായി മാറി. ഇത് കണ്ട നീതുവിന് ഒരുപാട് സന്തോഷമായി. നീതു സ്റ്റേജിലെത്തിയപ്പോൾ എല്ലാവരും നീതുവിനെ തന്നെ നോക്കി നിന്നു. കോമ്പറ്റീഷനിൽ നീതു ജയിച്ചു. മത്സരം കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോയി. നീതുവിന്റെ അമ്മായി നീതുവിനെ ഒരുപാട് അടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കരുതെന്ന്? എന്നിട്ടും നീ എൻ്റെ വാക്ക് കേട്ടില്ല അല്ലേ? ഇനി നീ 2-3 ദിവസം പട്ടിണി കിടക്ക്, എന്നാലേ പഠിക്കൂ. അവർ നീതുവിനെ മുറിയിൽ പൂട്ടിയിട്ടു. മധു തന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, അവൾ ആ മേക്കപ്പ് ഇട്ടപ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു. ഞാനും ആ മേക്കപ്പ് ഒന്ന് ഇട്ട് നോക്കട്ടെ, എനിക്കും ജയിക്കാൻ പറ്റും. മധുവിന്റെ അമ്മ പറഞ്ഞു, ശരി മോളെ, നീ ആ മേക്കപ്പ് എടുത്തോ. അവൾ ആ മേക്കപ്പ് എടുത്തിട്ടു. എന്നിട്ട് അവൾ കണ്ടതോ, അവളുടെ മുഖം പഴയതിനേക്കാൾ മോശമായി. മധു കരയാൻ തുടങ്ങി. എന്നിട്ട് ഉറക്കെ നിലവിളിച്ചു, അമ്മേ, നോക്ക്, എന്റെ മുഖത്തിന് എന്താ പറ്റിയെന്ന് കണ്ടോ? മധുവിന്റെ അമ്മ ഓടി അവളുടെ അടുത്തെത്തി. എന്തു പറ്റി മോളെ? എന്തിനാ നീ നിലവിളിച്ചത്? മധു പറഞ്ഞു,
അമ്മേ നോക്ക്, ഞാൻ ഈ മേക്കപ്പ് ഒന്ന് എടുത്തിട്ടതേ ഉള്ളൂ. എന്റെ മുഖം പഴയതിനേക്കാൾ മോശമായി. മധുവിന്റെ അമ്മയ്ക്ക് ആകെ വിഷമമായി. അവൾ നീതുവിനോട് ചോദിച്ചു, നീ ഇത് എന്ത് മേക്കപ്പാണ് എന്റെ മകൾക്ക് കൊടുത്തത്? അവളുടെ മുഖം ആകെ വൃത്തികേടായത് നീ കണ്ടില്ലേ? നീതു അവളുടെ അമ്മായിയോട് പറഞ്ഞു, അമ്മായി, ഇത് ഒരു മാന്ത്രിക മേക്കപ്പാണ്. മരിച്ചുപോയ എൻ്റെ അമ്മ എനിക്ക് തന്നതാണ്. അപ്പോഴേക്കും മാന്ത്രിക മേക്കപ്പിൽ നിന്നും ശബ്ദം വരാൻ തുടങ്ങി. ഈ മേക്കപ്പ് നല്ല മനസ്സും നല്ല സ്വഭാവവും ഉള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാനാവൂ. ഇത് നല്ല മനുഷ്യരിൽ മാത്രമേ പ്രവർത്തിക്കൂ. മധുവും മധുവിന്റെ അമ്മയും അവരുടെ പ്രവൃത്തികളിൽ നാണിച്ചുപോയി. അവർ നീതുവിനോട് ക്ഷമ ചോദിച്ചു. നീതു മോളെ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്റെ അടുത്ത് വളരെ മോശമായാണ് പെരുമാറിയത്. അതിനുള്ള ശിക്ഷയാണ് എന്റെ മകൾക്കിപ്പോൾ കിട്ടിയത്. നീതു അവളുടെ അമ്മായിക്ക് മാപ്പ് കൊടുത്തു. പിന്നീട് അവരെല്ലാവരും സന്തോഷത്തോടെ അവിടെ കഴിയാൻ തുടങ്ങി. മാന്ത്രിക നാണയം. ഒരു ഗ്രാമത്തിൽ മോനു എന്നു പേരുള്ള ഒരു പണിക്കാരൻ ഉണ്ടായിരുന്നു. അവൻ വളരെ കഠിനാധ്വാനിയായിരുന്നു. അവന് ചെറിയൊരു കുടുംബമുണ്ടായിരുന്നു. മോനുവും അവന്റെ അമ്മയും ഒരു അനിയത്തിയും. അവന്റെ അനിയത്തിക്ക് 21 വയസ്സായിരുന്നു. അവൻ അവളുടെ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ച് ചിന്താകുലനായിരുന്നു. ജോലികൾക്ക് പുറമെ അവൻ കാട്ടിൽ നിന്നും വിറകുകൾ ശേഖരിച്ച് വിൽക്കുമായിരുന്നു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മോനെ, നീ നഗരത്തിലേക്ക് ചെല്ലൂ. അവിടെ ചെന്ന് നല്ലൊരു ജോലി സമ്പാദിക്കൂ. ഇവിടെ നിന്നാൽ നിന്നെ കൊണ്ട് ഒന്നും നേടാൻ സാധിക്കില്ല. മോനു അമ്മയുടെ വാക്കുകൾ കേട്ട് അമ്മയോട് ചോദിച്ചു, പക്ഷേ അമ്മേ, നിങ്ങൾ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കും? പോരാത്തതിന് അമ്മയുടെ ആരോഗ്യവും മോശമാണ്. മോനുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ നഗരത്തിലേക്ക് പൊക്കോളൂ. എന്റെ കാര്യങ്ങൾ നോക്കാൻ നിന്റെ സഹോദരി മീനയുണ്ടല്ലോ. ഇവിടെ എന്റെ കാര്യങ്ങളെല്ലാം അവൾ നോക്കിക്കോളും. മോനു അമ്മ പറഞ്ഞത് അനുസരിച്ചു. അവൻ നഗരത്തിലേക്ക് പോകാൻ തയ്യാറായി. അവൻ നഗരത്തിലെത്തി. ഒരു ജോലി സമ്പാദിക്കുന്നതിനായി അവൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അവന് വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ട് അവന് ഒരു ജോലിയും ലഭിച്ചില്ല. അവൻ വല്ലാതെ ദുഃഖിതനായി. അവൻ ആലോചിച്ചു, ഇനി ഞാൻ എന്താ ചെയ്യാ? എനിക്കാണെങ്കിൽ ഇവിടെ ഒരു ജോലിയും കിട്ടുന്നില്ലല്ലോ. നടന്ന് നടന്ന് അവൻ ക്ഷീണിച്ചു. അപ്പോൾ അവൻ പെട്ടെന്നൊരു കിണർ കണ്ടു. അതിനടുത്തായി അവൻ വിശ്രമിക്കാനായി ഇരുന്നു. ക്ഷീണം കാരണം അവൻ ഉറങ്ങിപ്പോയി. അവൻ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു. ആ കിണറിൽ നിന്നും ഒരു ശബ്ദം വരുന്നതായി അവൻ കേട്ടു. അല്ലയോ മനുഷ്യ, നീ കിടക്കുന്നിടത്തുള്ള ആ കല്ലൊന്ന് മാറ്റി നോക്കൂ. അവിടെ നിനക്ക് മാന്ത്രിക ശക്തിയുള്ള ഒരു കുടം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോഴേക്കും അവൻ ഉണർന്നു. അവൻ ഉടനെ എഴുന്നേറ്റ് അടുത്തുള്ള കല്ല് മാറ്റിയപ്പോൾ കണ്ടു സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു മാന്ത്രിക കുടം. അവന് ഒരുപാട് സന്തോഷമായി. നാണയങ്ങളെല്ലാം അവന്റെ ബാഗിലാക്കി അവൻ വീട്ടിലേക്ക് തിരിച്ചു. വഴിയിൽ വെച്ച് ഒരു കള്ളൻ അവനെ കണ്ടു. കള്ളൻ ആ ബാഗും തട്ടിപ്പറിച്ചുകൊണ്ടോടി. മോനു കരയാൻ തുടങ്ങി. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, എന്റെ ഭഗവാനെ, ഞാനിനി എന്താ ചെയ്യുക? ഞാനിനി വീട്ടിൽ പോയിട്ട് അവരോടൊക്കെ എന്തു പറയും? അപ്പോഴേക്കും കള്ളൻ പോലീസിൽ നിന്നും രക്ഷപ്പെടാനായി തിരിച്ച് മോനുവിന്റെ അടുത്തെത്തി. മോനു അവന്റെ കയ്യിൽ നിന്നും ബാഗ് പിടിച്ചു വാങ്ങി. എന്നിട്ട് അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. എന്നിട്ട് അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. മോനുവിന്റെ അമ്മ ചോദിച്ചു, മോനെ, നീ ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്നു? നീ പോയിട്ട് 5 ദിവസം പോലും ആയില്ലല്ലോ. എന്തു പറ്റി മോനെ? എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചോ? മോനു മറുപടി പറഞ്ഞു, ഇല്ലമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് നഗരത്തിൽ ആരും തന്നെ ജോലി തന്നില്ല. കാരണം എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ. അത് ശരി. ഇനി നമ്മൾ എന്താ ചെയ്യാ? മോനു പറഞ്ഞു, അമ്മേ, അമ്മ വിഷമിക്കണ്ടെന്നേ. എനിക്ക് അവിടെ നിന്ന് മാന്ത്രിക ശക്തിയുള്ള സ്വർണം കൊണ്ട് നിറഞ്ഞ ഒരു കുടം കിട്ടി. അതിലെ സ്വർണം മുഴുവൻ ഞാൻ എൻ്റെ ബാഗിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മോനുവിന്റെ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, അതെന്തായാലും വളരെ നന്നായി. ഇനി നിന്റെ സഹോദരിയുടെ കല്യാണം നമുക്ക് ആഘോഷപൂർവ്വം നടത്താം. മോനു പറഞ്ഞു. അതെ അമ്മേ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മോനു അതിലെ നാണയം കുറച്ചെടുത്ത് സ്വന്തമായൊരു വീട് വെച്ചു. പിന്നെ അമ്മയുടെ ചികിത്സയും നടത്തി. മോനു വലിയ പണക്കാരനായി മാറി.
അവൻ നല്ല നല്ല വസ്ത്രങ്ങൾ വാങ്ങിയിട്ടു. അവന്റെ അമ്മയ്ക്കും അനിയത്തിക്കും നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു. മോനുവിന്റെ അനിയത്തിക്ക് ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നും വിവാഹാലോചന വന്നു. മോനു അത് ഉറപ്പിക്കുകയും ചെയ്തു. അനിയത്തിയുടെ കല്യാണം അവൻ ആഘോഷമായി നടത്തി. വിവാഹ സമ്മാനമായി അനിയത്തിക്ക് മാന്ത്രിക നാണയങ്ങൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. ഇത് ഒരിക്കലും അവസാനിക്കുകയില്ല. ചെല്ലുമോളെ, നീ പോയിട്ട് വരൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് മോനു അനിയത്തിക്ക് യാത്ര നൽകി. അങ്ങനെ മോനുവും അമ്മയും അവിടെ സുഖമായി ജീവിച്ചു. കൂട്ടുകാരെ, ഇങ്ങനെയുള്ള കഥകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് ബെല്ലൈക്കണും അമർത്തൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കഥയും നഷ്ടമാവില്ല. ഇനി അടുത്ത കഥയിൽ കാണാം. ബൈ.